കേരളത്തിൽ വ്യാപകമായി മതപരിവർത്തനമുണ്ടെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ. കേരളത്തിലുള്ളത് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്നും നിർബന്ധിതവും പ്രലോഭനങ്ങളിൽ കൂടിയുമാണ് മതപരിവർത്തനമെന്നും ആരോപണം. ബജ്രംഗ്ദൾ പ്രവർത്തനം കേരളത്തിൽ വ്യാപിപ്പിക്കുമെന്നും ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്നതിന് സമാനമായി തന്നെ കേരളത്തിലും പ്രവർത്തിക്കുമെന്നും അനിൽ വിളയിൽ പറഞ്ഞു. ഖർ വാപ്പസി വ്യാപകമാക്കി മാറ്റാൻ കേരളത്തിലെ വിശ്വ ഹിന്ദു പരിഷത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ബജ്രംഗ്ദൾ പ്രവർത്തനവും ദുർഗാവാഹിനിയുടെ പ്രവർത്തനവും കേരളത്തിലെ സക്രിയമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബജ്രംഗ്ദളിന്റെയും ദുർഗാവാഹിനിയുടെയും പ്രവർത്തകർ അവരുടെ രീതിയിലുള്ള പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ഉണ്ട് തിരുവനന്തപുരത്തു നിന്നും. ചന്തു, കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതിനേക്കാളൊക്കെ വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥയാണ് എല്ലാ മതവിഭാഗങ്ങളും ഉള്ളവർ നേരിടുന്നത്. അതിൽ ഒന്നുകൂടി എടുത്തു പറയണം, ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പരാമർശമൊക്കെ ഒന്നുകൂടി ആ അരക്ഷിതാവസ്ഥയെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്നുള്ളത് വലിയ ആശങ്കയാണ്. രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്നുള്ളത് തന്നെ ആദ്യത്തെ ആശങ്കയായി നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ കേരളത്തിൽ കൂടി ഇത് വ്യാപിപ്പിക്കുമെന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? സംഗീത, ഛത്തീസ്ഗഡിലും ഒഡീഷയിലുമൊക്കെ ഈ കന്യാസ്ത്രീകൾക്കെതിരെ വ്യാപകമായി അക്രമമുണ്ടായ സാഹചര്യത്തിൽ ബജ്രംഗ്ദളിനെതിരെയൊക്കെ സംസ്ഥാനത്ത് പൊതുവെ വലിയ തരത്തിലുള്ള ജനവികാരം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. വലിയ തരത്തിൽ ഇടത് വലത് മുന്നണികളും അതേ രാഷ്ട്രീയ കക്ഷിഭേദമന്യെയൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ ബജ്രംഗ്ദൾ പോലെയുള്ള സംഘടനകൾക്കെതിരെ സംസ്ഥാനത്ത് നിലനിന്ന സാഹചര്യത്തിലാണ് അവരുടെ പ്രവർത്തനം കേരളത്തിൽ കൂടുതൽ ശക്തമാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ചേർന്ന കേരള വാർഷിക ബൈഠക്കിലാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഇപ്പോൾ അതിന് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവജന സംഘടനയാണ് ബജ്രംഗ്ദൾ. അതുകൊണ്ട് തന്നെ ബജ്രംഗ്ദൾ കൂടാതെ അവരുടെ വനിതാ സംഘടനയായ ദുർഗാവാഹിനി ഇവരുടെ പ്രവർത്തനം കേരളത്തിൽ വ്യാപിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിന്റെ ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. പ്രധാനമായും അനിൽ വിളയിൽ പറയുന്നത് സംസ്ഥാനത്തും ഇത്തരത്തിൽ നിർബന്ധിത മതപരിവർത്തനമുണ്ട്. അത് ഇടുക്കി, വയനാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ ഖർ വാപ്പസി ഇവിടെ ശക്തമാക്കാനാണ് ബജ്രംഗ്ദൾ ആലോചിക്കുന്നത്. ബജ്രംഗ്ദളിന്റെയും ദുർഗാവാഹിനിയുടെയും പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് നിരീക്ഷിക്കുന്നതിനുള്ള ഒരു തീരുമാനം അത് ഇന്നത്തെ ഈ വാർഷിക ബൈഠക്കിൽ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും സംസ്ഥാനത്തെ പ്രവർത്തനം വ്യാപിപ്പിക്കും. പ്രധാനമായും ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതായത് നേരത്തെ ഹിന്ദു സംഘടനയിൽ ഹിന്ദു മതവിശ്വാസത്തിൽ വിശ്വസിക്കുകയും അതിനുശേഷം ക്രിസ്തീയ മതവിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്ത വിഭാഗമാണ് അവരെ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് അനിൽ വിളയിൽ ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇത്തരം ഒരു നിർബന്ധിതവും പ്രലോഭനപരവുമായ രീതിയിൽ മതപരിവർത്തനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ബജ്രംഗ്ദളിന്റെ കൂടുതൽ ഉത്തരേന്ത്യയ്ക്ക് സമാനമായ രീതിയിൽ ഖർ വാപ്പസി പോലെയുള്ള പരിപാടികൾ സംസ്ഥാനത്ത് കൂടി വ്യാപിപ്പിക്കാനാണ് ബജ്രംഗ്ദളിന്റെ വാർഷിക ബൈഠക്ക് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ VHP ഇത്തരത്തിലൊരു ആഹ്വാനം ഇപ്പോൾ നടത്തിയിരിക്കുന്നതെന്ന് പ്രത്യേകമായി ശ്രദ്ധേയമാണ്. ഇതിൽ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതായത് ഈ കന്യാസ്ത്രീകളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ ഒരു പരാമർശം നടത്തിയിരുന്നു. അത് കന്യാസ്ത്രീകളെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നും ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനെ നിരുപാധികം തള്ളിക്കൊണ്ടാണ് VHP ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം BJPക്ക് അവരുടേതായ രാഷ്ട്രീയ നിലപാടുണ്ട്. അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതുകൊണ്ട് അവരുടെ നിലപാട് അവർ വയ്ക്കുന്നു. പക്ഷേ വിശ്വ ഹിന്ദു പരിഷത്ത് അവരുടേതായ സമാനമായ രീതിയിൽ തന്നെ ഉത്തരേന്ത്യയിൽ എങ്ങനെയാണോ അതേ സമാനമായ രീതിയിൽ തന്നെ കേരളത്തിലും പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നാണ് VHP പറഞ്ഞു വയ്ക്കുന്നത്. ശരി ചന്തു.